ലോകപ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു റഫറി. ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സത്യസന്ധമായിട്ട് പറയണമല്ലോ. എന്നോട് പലരും ഇത് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ കേരളത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഞാൻ ഫുട്ബോൾ ഒരു മാന്ത്രിക ഗെയിമാണ്, അതിൻ്റെ തർക്കമില്ല. ഈ രാജ്യത്തുള്ള ഒട്ടുമിക്ക രാജ്യത്തിൻ്റെ കളികളും ഞാൻ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ അധ്യാപകരുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ റഫറിയാണ് ഞാൻ. അത് പൂർണ്ണമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു റഫറിയെ സംബന്ധിച്ചുള്ള വിജയം. നാട്ടിൽ പ്രദേശത്തുള്ള കളികൾ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ബെറ്റ് ആൾക്കാർ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇന്ത്യൻ വോളിബോളിൽ കേരളത്തിലെ വനിതകളാണ് പ്രാമുഖ്യം. എൻ്റെ ഫാദർ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ പ്ലെയറായിരുന്നു. കളിക്കാരനെ പോലെയല്ല കളി നിയന്ത്രിക്കുന്ന ഒരാളുടെ ജീവിതം. അയാളുടെ സർഗാത്മകത തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കും. കളിക്കാരെ നിയന്ത്രിക്കുകയും കളി നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ലോകപ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു റഫറി. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപക്ഷെ ഒരു ഇൻ്റർനാഷണൽ റഫറി എന്ന് വിശേഷിപ്പിക്കാവുന്ന വോളിബോളിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു കളിക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. TV അരുണാചലം. നമസ്കാരം സർ. നമസ്കാരം. ഈ അരുണാചലം എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്കൊരു തമിഴ് ചൊവ വന്നു. സത്യത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു തമിഴ് ചൊവ്വയില്ല. എല്ലാവരും എന്നോട് പലരും ഇത് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ കേരളത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അരുണാചലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടോ? തമിഴുമായിട്ട് യാതൊരു കണക്ഷനും എനിക്ക് മാത്രമല്ല സംശയം. വളർപ്പുണ്ട് ഈ മേഖലയിൽ. ഞാൻ കണ്ണൂർക്കാരൻ തന്നെയാണ്. കണ്ണൂർക്കാരൻ തന്നെയാണല്ലേ? സ്ഥലം ശരിക്കും നാറ്റീവ് പ്ലേസ് എവിടെയാണ്? മുണ്ടേരി വരും. സാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഇൻ്റർനാഷണൽ റഫറി എന്നുള്ള നിലയിലാണ്, അതും വോളിബോളിൽ. അപ്പോൾ വോളിബോളിൽ എനിക്ക് തോന്നുന്നു കൂടാതെ ഒരു കായിക അധ്യാപകനാണ്. അപ്പോൾ ഈ കായിക അധ്യാപനം, അതിനിടയിൽ വോളിബോൾ റഫറി, ഇങ്ങനെ ഒരു പല മേഖലകളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ വോളിബോൾ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ അനേകം കളികൾ തിരഞ്ഞെടുക്കുമ്പോൾ വോളിബോൾ തിരഞ്ഞെടുക്കാനുള്ള, ഒരുപക്ഷെ എനിക്കറിയില്ല, റഫറി ആകുന്നതിന് മുമ്പ് ഒരുപാട് കാലം ഇതിൽ കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ വോളിബോളിനോടുള്ള ഇഷ്ടം ഒരുപക്ഷെ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ വോളിബോളിനോടൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് വോളിബോളാണ്. അത് ശരി. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ ഫാദർ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ പ്ലെയറായിരുന്നു. അത് ശരി. എന്തായിരുന്നു പേര്? PK ബാലകൃഷ്ണക്കുറുപ്പ്. കൂടാളിക്കുറുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളികൾ, അവരോടുള്ള ഒരു കളിയുടെ, ഇപ്പം അവർ പലപ്പോഴും വീട്ടിൽ പഴയ കളിക്കാരൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കളി അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ആ ഒരു സംസാരം കേട്ട് വളർന്ന ഒരുത്തനാണ് ഞാൻ. ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരിക. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ മുണ്ടേരിയും പ്രദേശങ്ങളിലും സത്യത്തിൽ വോളിബോൾ ഉണ്ടായിരുന്നു, ശരിക്കും അതിൻ്റെ കളികളുണ്ടായിരുന്നു. ഞങ്ങളെ മുണ്ടേരിയൊക്കെ ഞങ്ങൾക്ക് ഒരു ക്ലബ്ബുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഫ്രണ്ട്സ് സ്പോർട്സ് ക്ലബ്ബ് കാനച്ചേരി, പിന്നെ ഏച്ചൂർ വൈക്കിംഗ് സ്പോർട്സ് ക്ലബ്ബ്, വീനസ്, അങ്ങനെ പറഞ്ഞ പ്രാദേശികമായിട്ട് നമ്മളെ ഈ ഗ്രാമപ്രദേശത്ത് ധാരാളം വോളിബോൾ ക്ലബ്ബുകൾ ആ സമയത്തുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് തലശ്ശേരി പൊന്നത്താണ്. അവിടെ ഒരു ജോളി ലൈബ്രറി പൊന്നും, അവിടെയൊക്കെ ഞങ്ങൾ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു, വോളിബോൾ ക്യാമ്പൊക്കെ. അങ്ങനെ ഞാൻ പ്രാദേശികമായിട്ട് ഒരു കളിച്ച് നടക്കുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു റഫറി ഫീൽഡിൽ വന്നിരിക്കുന്നത്. നാട്ടിൽ ഒരുപാട് ശരിക്കും കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ആ കാലത്ത് ചെറുപ്പത്തിൽ സ്വീകരിക്കുന്ന ഫുട്ബോളാണ്. അവർക്ക് എളുപ്പം കളിക്കാനും അതാണ്. പിന്നെ വോളിബോളാകുമ്പോൾ കുറച്ചും കൂടി മെനക്കേടൊക്കെ ഉണ്ട് അല്ലേ? ഈ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റു ഇതര കളികളിൽ നിന്നോ വ്യത്യസ്തമായിട്ട് ഈ വോളിബോളിലേക്ക് ഒരുപക്ഷെ ഒരു കളിക്കാരൻ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു കളിക്കാരൻ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഒരു മാന്ത്രിക ഗെയിമാണ്, അതിൻ്റെ തർക്കമില്ല. ഈ പ്രാദേശികമായിട്ട് എന്ത് ഗെയിമായിരിക്കും അവിടെ ഉണ്ടാവുക, ആ ഗെയിമിലൂടെയായിരിക്കും അവരുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഒരു സംരംഭം. എന്നുവെച്ചാൽ അവരിപ്പം എൻ്റെ നാട്ടിൽ വോളിബോളാണെങ്കിൽ ഞാൻ വോളിബോളായിരിക്കും, എൻ്റെ നാട്ടിൽ ഫുട്ബോളാണെങ്കിൽ ഞാൻ ഫുട്ബോളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ വോളിബോളിലായിരിക്കും കൂടുതൽ പ്രാവീണ്യം നേടുന്നത്. കാരണം ചെറിയ സ്ഥലം മതി. പട്ടണത്തിന് പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം കളിക്കാൻ പറ്റുന്നതാണ്, പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഫുട്ബോൾ എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ 10-40 വർഷങ്ങൾക്ക് മുന്നേ ഒരു ടൗൺ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കളിയായിരുന്നു. പ്രാന്തപ്രദേശങ്ങളിൽ വോളിബോളാണ് കൂടുതൽ, മിക്ക സ്കൂളുകളിലും അതൊക്കെ ആയിരിക്കും. പക്ഷേ
ഫുട്ബോളിനൊരു മഹത്വവും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ ഉണ്ട്, വോളിബോളിനും അത് വരുത്തുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുള്ളത് കണ്ണൂർ മലബാർ പ്രദേശത്ത് ഒരുപക്ഷേ വോളിബോൾ തന്നെ ആയിരിക്കും അന്നും ഇന്നും. അല്ല, ഫുട്ബോൾ ശരിക്കും കാലുകൊണ്ടുള്ള കളിയാണ്, സത്യത്തിൽ വോളിബോൾ കൈ കൊണ്ടുള്ള കളിയാണ്. തീർച്ചയായും. അപ്പോൾ കൈയുടെ ഒരു കരുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചിട്ട് അത് പരിശീലനം നന്നായിട്ട് ലഭിച്ചില്ലെങ്കിൽ അപകടകരമായിട്ടൊരു കളിയും കൂടിയാണ് വോളിബോൾ, സംശയമൊന്നുമില്ല അതിൻ്റെ. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാം, എപ്പോഴും കളിക്കാം. റിക്രിയേഷനായിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ ആർക്കും ഫുട്ബോൾ കളിക്കാം, ചെറിയൊരു സ്കിൽ ഉണ്ടെങ്കിൽ കളിക്കാം. പക്ഷേ വോളിബോൾ അതിൻ്റെ ടൈമിങ് ഉയർന്ന് ചാടി നെറ്റിൻ്റെ മുകളിലോട്ട് അടിക്കണം. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രമേ എളുപ്പം നടക്കില്ല സാർ. അത് ടൈമിങ് ക്ലിയർ ആവേണ്ടത്. അതെ അതെ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്റർനാഷണൽ റഫറി, പ്രത്യേകിച്ച് വോളിബോളിൻ്റെ റഫറി എന്ന് വിശേഷിപ്പിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ഒരു കളിക്കാരൻ ഒരു റഫറിങ്ങിലേക്ക് വരുന്നത് എനിക്ക് ചിലപ്പോഴേ ഇതിൻ്റെ കോച്ചിങ്ങൊക്കെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് വരാം, വളരെ യാദൃച്ഛികമായിട്ട് വരാം. എനിക്കൊന്ന് സാറ് വളരെ യാദൃച്ഛികമായിട്ട് ഇതിനകത്തേക്ക് വരികയും പിന്നീട് അങ്ങനെ ആയിത്തീരുകയും ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു. ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് തന്നെയാണ് സാർ പറഞ്ഞ മാതിരി, വളരെ യാദൃച്ഛികമായിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അനുഭവം ഒന്ന് പറയാൻ പറ്റും? അനുഭവം പറഞ്ഞാൽ ഞാൻ SSLC കഴിഞ്ഞല്ലോ, മാർച്ചിൽ എക്സാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ അന്നേരം ജോളി ലൈബ്രറി പൊന്നം, എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവിടെ മോശമില്ലാത്തൊരു വോളിബോൾ ടീമുണ്ട്. നമ്മളവിടെ ലോക്കൽ ടൂർണമെൻറ്റ് ആ പ്രദേശത്തൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂത്തുറമ്പിനടുത്ത് എരുവട്ടി കായലോട് പ്രദേശത്ത് നമ്മളൊരു കോച്ച് ബാലകൃഷ്ണൻ സാറ്, അദ്ദേഹം നെഹ്റു വെക്ക് കേന്ദ്ര കണ്ണൂരിൻ്റെ കോച്ചായിരുന്നു, ആദ്യകാലത്തെ പ്രമുഖരായ വോളിബോൾ കോച്ചാണ്. അപ്പോൾ അവരൊക്കെ കൂടിയാണ് ആ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഞങ്ങളെ കളി ആ ടൂർണമെൻറ്റിലെ 2ാമത്തെ ദിവസമായിരുന്നു കളി. അപ്പോൾ ആ കളി നമ്മളെ ടീം ജോളി ലൈബ്രറി പൊന്നൻ ടീം വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ കളിക്കേണ്ട ടീം നമ്മൾ എതിരാളിയായിട്ട് കളിക്കേണ്ട ടീമാണ്. അപ്പോൾ ഞങ്ങൾ കളി കാണാൻ പോയി. കളി കാണാൻ പോയ സമയത്ത് അവിടെ അന്ന് റഫറി വന്നില്ല. അന്ന് അവിടെ കളി വിസിൽ വിളിക്കേണ്ട റഫറി വന്നില്ല. അവർ ധാരാളം ആൾക്കാർ കൂടി കളിക്കുന്ന കളിയാണ്. ആ സമയത്ത് മറ്റ് ദൃശ്യ മാധ്യമങ്ങളോ TV മാധ്യമങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. വോളിബോളിനും ഫുട്ബോളിനും ഒക്കെ പ്രചാരം, വളരെയേറെ കാണികളുള്ള ഒരു ഗ്രാമപ്രദേശത്തായാലും ഇന്നും കാണികളുണ്ട്, എങ്കിലും വളരെയേറെ കാണികളുള്ള ഒരു പ്രദേശമായിരുന്നു അത്. അപ്പോൾ വന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കളി തുടങ്ങണ്ടേ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കളി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ബാലകൃഷ്ണൻ കോച്ച് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അരുണാചലം നീ ഒന്ന് വിസിൽ ചെയ്യണം, റഫറി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സാറേ ഞാൻ പറഞ്ഞു, സാറേ എനിക്കിത് പറ്റില്ല. സ്വാഭാവികം ഇതിന് മുൻപേ ഒരു അനുഭവമില്ല, പിന്നെ അങ്ങനെ ഒരു റൂൾസോ റെഗുലേഷനോ അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയില്ല. ഈ കോച്ചിങ് ക്യാമ്പിൽ കിട്ടുന്ന സമയത്തും ടൂർണമെൻറ്റ് കളിക്കാൻ പോയ സമയത്തും കളിക്കുന്ന സമയത്തുള്ള ഒരു അനുഭവം, ഒരു നല്ല ടീമിൻ്റെ കളിയുമായിരുന്നു ഏകദേശം അത്. അങ്ങനെ പിന്നെ പുള്ളി എന്നോട് ഒരു വാചകം പറഞ്ഞു, നിനക്കിത് സാധിക്കും, നിന്റെ ബ്ലഡിൽ ഇതുണ്ട് എന്ന് പറഞ്ഞു. അത് അച്ഛനുമായിട്ട് വളരെ അടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അച്ഛൻ്റെ കളിയൊക്കെ കണ്ട് അച്ഛൻ്റെ കളിയെ പറ്റിയിട്ടൊക്കെ എന്നോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ഇങ്ങനൊരു പുറത്തോട്ട് ഈ വാചകം ഉപയോഗിച്ചു, നിനക്കിത് സാധിക്കും, നിന്റെ ബ്ലഡിലുണ്ട്. അതൊരു പ്രചോദനമായി. ഞാൻ കയറി എന്താ പറയുക വിസിൽ ചെയ്തു. ദിവസം കഴിച്ചിട്ട് അന്നൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ആദ്യത്തെ അനുഭവമാണ്, മോശമില്ലാത്ത അഭിപ്രായം. അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടോ അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ആ ടൂർണമെന്റിൽ കംപ്ലീറ്റ് കളി വിസിൽ ചെയ്ത് ഫസ്റ്റ് റഫറായിട്ട് വിസിൽ ചെയ്ത ഞാനാണ്. തുടർന്നുള്ള കളികൾ വിസിൽ ചെയ്ത ഞാനാണ്. എനിക്ക് അവിടെ ആ സമയത്ത് അങ്ങനെ ഒരു റൂൾസോ റെഗുലേഷനോ കൂടുതലൊന്നും അറിയില്ല. എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ കണ്ടുപരിചയമുള്ള ദിവസമായിട്ട് അത് ബുദ്ധിമുട്ടില്ലാതെ ആ ടൂർണമെൻറ്റ് വളരെ ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് കളികളിലേക്കൊക്കെ എങ്ങനെ, പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ റഫറിങ്ങിലേക്ക് ഇങ്ങനെ കയറി പോവുമായിരുന്നു. പിന്നെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ റഫറി ടെസ്റ്റ് എഴുതി പാസ്സായി. ഓക്കെ. പിന്നീട് ഞാനിത് കാര്യമായിട്ട് ഇതിൻ്റെ റൂള് ബുക്ക് പഠിക്കാൻ തുടങ്ങി. അന്നേരം റൂൾ ബുക്കൊന്നും ഇന്ന് നെറ്റിലോ മറ്റോ സർവത്രയോ കിട്ടുന്നൊന്നുമല്ല. പിന്നെ പല ഇതിനുമായിട്ട് സീനിയേഴ്സ് റഫറിമാരുമായിട്ട് വളരെ ആശയവിനിമയം നടത്തി. അസോസിയേഷൻ്റെ ആളുമായിട്ട് വളരെ ബന്ധപ്പെടാൻ പറ്റി. പിന്നെ ഇതിനൊക്കെ ഇന്നയാളുടെ മകൻ എന്നുള്ള ഒരു പ്രേരണയും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വോളിബോൾ റഫറി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഒരു ഒട്ടേറെ മത്സരങ്ങൾക്ക് സാക്ഷിയാവുന്ന ഒരാളാണ്. പക്ഷേ കളിക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളത്, കളി നിയന്ത്രിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബോസിൻ്റെ ഒരവസ്ഥയാണ് ഒരു റഫറി. ശരിക്കും പറഞ്ഞാൽ ഒരു ബോസാണത്, അദ്ദേഹമാണ് ഇവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രാജ്യാന്തര കളികളിലൊക്കെ റഫറിയായി നിൽക്കുമ്പോൾ ഏറ്റവും മികച്ച ഒട്ടേറെ കളികൾക്ക് സാക്ഷിയാകുമ്പോൾ സാറിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നല്ല കളികൾ? ഞാൻ ഈ രാജ്യത്തുള്ള ഒട്ടുമിക്ക രാജ്യത്തിൻ്റെ കളികളും ഞാൻ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-18 രാജ്യത്തായിട്ട് 21 പ്രാവശ്യം
സഞ്ചരിച്ച വ്യക്തിയാണ്. 21 പ്രാവശ്യം ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് ഒഴിച്ചിട്ട് ഒരു വക ഗെയിംസൊക്കെ ഒളിമ്പിക് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെയല്ല, ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ നിരവധി ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഫ്രണ്ട്ലി മാച്ചുകൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പല ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ചില രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഔദ്യോഗികമായിട്ടുള്ള മത്സരങ്ങളല്ല എങ്കിലും പലപ്പോഴും അവിടെ പോയിട്ടൊക്കെ പലപ്പോഴും വിസിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റഫറിയെ സംബന്ധിച്ചിടത്തോളം കളിക്കാരൻ്റെ നിയമസംഹിതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഫെയർ പ്ലേ അനുഭവം നമുക്ക് കാണിച്ചു വെക്കണം. ഒരു ഫെയർ പ്ലേ എന്ന് പറഞ്ഞാൽ അവരവരുടെ കളി നിയമങ്ങൾ അവരുടെ കോർട്ടിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വരികയും വേണം. അത് പൂർണ്ണമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു റഫറിയെ സംബന്ധിച്ചുള്ള വിജയം. അത് കളിക്കാരനെ തൃപ്തിപ്പെടുത്തണം, കാണികളെ തൃപ്തിപ്പെടുത്തണം, സംഘാടകരെ തൃപ്തിപ്പെടുത്തണം. പിന്നെ എല്ലാ സമയത്തും ഫൗള് വിളിക്കുക എന്നുള്ളത് ഒരു കളിക്കാരൻ്റെ, ഒരു റഫറിയുടെ ധർമ്മമല്ല. ചിലപ്പം ചില ഒരു വോളിബോളറെ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു ബോൾ ഉണ്ടാവാം. അവനൊരു പ്ലെയർ കഷ്ടപ്പെട്ട് പോയിട്ട് എടുത്ത ബോൾ ചെറിയൊരു വിഷമത്തോടുകൂടി എടുത്തിട്ടുണ്ടാവുക. മീൻസ് ഒരു ചെറിയ ഫൗണ്ട്, അത് അങ്ങ് വിട്ടേക്കണം. കാരണം വെച്ചാൽ അവൻ്റെ കഷ്ടതയെ നമ്മൾ അംഗീകരിക്കണം. കാണികളും അവരെന്താ ആഗ്രഹിക്കുന്നത്? മാക്സിമം റാലി നടക്കലാണ് ആഗ്രഹിക്കുന്നത്. ഒരു തെറ്റ് കണ്ടുപിടിക്കൽ മാത്രമല്ല, എന്നാലോ അവൻ്റെ കഷ്ടതയിലും നമ്മൾ അവനെ കൂട്ടിച്ചേർക്കണം. നമ്മുടെ റഫറിയുടെ അനുഭവത്തിൽ പറയുന്നതാണ് ഞാൻ. നമ്മുടെ കളിക്കളങ്ങൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും കളി നിയമങ്ങൾ അനുസരിക്കുന്നത് മാത്രമല്ല, കളി നിയമങ്ങൾ ലംഘിക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് ഒരു റഫറി കടന്നു ചെല്ലുന്നത്. തീർച്ചയായും അപകടമായ ഒരു അവസ്ഥ കൂടി അതിലുണ്ട്. വളരെ സംഘർഷഭരിതമായ അത്തരം അവസ്ഥകളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? സംഘർഷഭരിതമായ അവസ്ഥകൾ അങ്ങനെ ഒരു കൂടുതൽ സംഘർഷപരമായ അവസ്ഥകളൊന്നും വരേണ്ടി വന്നിട്ടില്ല. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ അല്ലാതെ അങ്ങനെ ഒരു മേജർ ഇഷ്യൂസ് എന്നുകൊണ്ട്, കാരണം അതിനകത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ മിക്ക കളിക്കാരും, എല്ലാ കളിക്കാരെയും, ചെറുതോ വലുതോ ആയ ഒരു കളിക്കാരനെ 100% അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ കളി മികവിനെയും അവരുടെ വ്യക്തിപരമായ കാര്യത്തെയും അംഗീകരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ഏത് കളിക്കാരനാലും ശരി, ഇന്ത്യയിലല്ല ഇൻ്റർനാഷണൽ, ഏത് ചെറുതായാലും വലുതായാലും, ലോക്കൽ കളിക്കാരനായാലും ശരി, അന്താരാഷ്ട്ര കളിക്കാരനായാലും ശരി, അവരുടെ കളി മികവിനെ അംഗീകരിക്കണം. നമ്മുടെ ഈ മിക്ക കളികളുടെയും ഇപ്പം ഈ കളിക്കളത്തിന് പുറത്ത് ഒരുപാട് ഫൗൾ പ്ലേകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. കാരണം വാതുവെപ്പുകാരുടെ, പിന്നെ ഈ പറയുന്ന കച്ചവടക്കാരുടെ, ചില തന്ത്രജ്ഞന്മാരുടെ ഒക്കെ കളികൾ കൂടി ഇപ്പോൾ കളിക്കളത്തിലേക്ക് നമ്മൾ അറിയാതെ ഇറങ്ങി വരുന്ന ഒരിടം കൂടിയാണ്. ഇത്തരമൊരു അവസ്ഥകൾ എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അഥവാ ഇത്തരം അവസ്ഥകൾ കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ലേ? വാതുവെപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് ചോദിച്ചാൽ അതൊരു ഇൻ്റർവ്യൂവിൽ ഒരു സത്യസന്ധമായിട്ട് പറയണമല്ലോ. അങ്ങനെയുള്ളൊരു സംഭവം ഏറെക്കുറെ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങൾ അതിൻ്റെ അകത്ത് ഭാഗമാക്കാറില്ല. ഒരിക്കലും ഒരു റഫറിയും അതിൻ്റെ അകത്ത് ഭാഗമാക്കാറില്ല. പക്ഷേ അതിൻ്റെ ആൾക്കാരുടെ ഒരു സ്വഭാവം, ചില വോളിബോളിൻ്റെ സ്വഭാവം, ഇപ്പം കോഴിക്കോട് മേഖലകളിൽ, പിന്നെ കുറ്റ്യാടി ആ പ്രദേശത്തൊക്കെ കളിക്കാർ ഉള്ള കുറച്ച് ആൾക്കാർ, എൻ്റെ ഒരു സ്ഥലത്തല്ല, ആ ഒരു മേഖലയിലുള്ള കുറച്ച് ആൾക്കാർ, കുറ്റ്യാടി മാത്രം അല്ലേ, പല മേഖലയിലുള്ള അവരുണ്ടാവും. ഒരു കേന്ദ്രീകൃതമായിട്ട് ഓൾ ഇന്ത്യ ടൂർണമെൻറ്റുകളിൽ, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ബെറ്റ് ആൾക്കാർ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരൊക്കെ വോളിബോളിൻ്റെ ബെറ്റിൻ്റെ ആൾക്കാരെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് അവരൊക്കെ ഒരു പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ബെറ്റ് വെക്കുന്ന എന്തിനൊക്കെയാണെന്നറിയോ? ഒരു പോയിന്റ്, ഇന്ന പോയിന്റ്, പിന്നെ ഇന്ന സർവീസ്, അത് നെറ്റിനാവും. അപ്പോൾ കുറേ ഉള്ള അവസ്ഥ വെച്ചിട്ടാണ് നെറ്റ് വെക്കുക. പക്ഷെ അവരൊന്നും ഒരിക്കലും റഫറിയെ, അത് ചിലപ്പോൾ അവർ ഒരു 5000-നും 10,000-നും 20,000-നും ഒക്കെ ബെറ്റ് വെക്കുന്നുണ്ടാവും. ഓരോ പോയിന്റിനും ബെറ്റ് വെക്കും, ഓരോ ഇൻസിഡൻറ്റിനും ബെറ്റ് വെക്കും. എന്താ വെച്ചാൽ നെറ്റ്, ആ അടിക്കുന്ന ബോള് നേരെ നെറ്റിന് കൊള്ളും, അല്ലെ ഒരു പോയിന്റ് ആവും. അങ്ങനെ ഓരോന്നിനും ബെറ്റ് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും ഞാൻ റെഫർ ചെയ്യുമ്പം അതിനെതിരായിട്ടോ, ചിലപ്പം ഞാൻ വിളിച്ചത് ശരിയായിരിക്കും, പക്ഷേ എങ്കിലും മറ്റവർ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല, അവൻ്റെ പൈസയല്ലേ പോകുന്നു. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എങ്കിലും ഈ ഒരു ഘടകം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനൊക്കെ ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിന് മിക്കവാറും. പക്ഷെ അവരൊക്കെ ഒരു ഭാഗത്താണ് കൂടിയിരിക്കുക എന്നൊക്കെ എനിക്കറിയാം. നമ്മളത് ബോധർ ചെയ്യുന്നില്ല. അതൊരു നമ്മളെ അനുഭവം കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. കേരളത്തിൽ നമ്മൾ ഈ വോളിബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേര് ജിമ്മി ജോർജിൻ്റെ. അപ്പോൾ ജിമ്മി ജോർജ് അടക്കമുള്ള ഒട്ടേറെ കളിക്കാരെ ഒരുപക്ഷെ താങ്കളുടെ കാലത്ത് പരിചയമുള്ളതുമാണ് അല്ലേ? താങ്കൾ പരിചയിച്ചിട്ടുള്ള
പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നല്ല കളിക്കാരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? നമ്മൾ മലയാളികളായ ഒരുപക്ഷെ ഏഷ്യൻ വോളിബോളിൽ തന്നെ മാതൃകാകരമായിട്ടുള്ള വളരെയേറെ പ്രഗത്ഭരായ കളിക്കാർ കേരളത്തിലുണ്ട്. ഉണ്ട്. ഓക്കെ. ജിമ്മി ജോർജിനെ പോലെ തന്നെയുള്ള കഴിവും പ്രശസ്തരായിട്ടുള്ള എത്രയോ പേരുണ്ട്. അത് വോളിബോൾ രംഗത്ത് അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചവരാണ്. ഇപ്പം സിറിൽ സി വള്ളൂർ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഒരു വോളിബോൾ പ്ലെയറാണ് സിറിൽ സി വള്ളൂർ, തർക്കമില്ല. ജിമ്മി ജോർജ്, തർക്കമില്ല. വി പി കുട്ടികൃഷ്ണൻ, തർക്കമില്ല. അദ്ദേഹം ഒക്കെ കണ്ണൂർ സ്വദേശിയാണ്. വി പി കുട്ടികൃഷ്ണൻ. ജോബി ജോസഫ് ഇന്ത്യൻ വോളിബോളിൻ്റെ ക്യാപ്റ്റനൊക്കെയാണ്. പിന്നെ അർജുന അവാർഡിയൊന്നും ഇല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന ഒരു വോളിബോൾ താരമാണ് ജോബി ജോസഫ്. പിന്നെ സിറിൽ സി വള്ളൂർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ മരിച്ചുപോയ ഉദയകുമാർ ഈസ് എ വെരി ബ്രില്യൻ പ്ലെയർ, എല്ലാം ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ രാജ് വിനോദ്, പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? അബ്ദുൾ റസാഖ്, ബിനോ ജോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റാക്കറായിട്ട് സെറ്ററായിട്ടും ഒക്കെ ഇന്ത്യൻ ടീമിൽ കളിച്ചൊരു വ്യക്തിയാണ് ബിനോ ജോസ്. വളരെ പ്രതിഭാശാലിയാണ്. ഇപ്പോൾ സ്ത്രീകളുടെയും ഒരുപാട് പിന്നെ വോളിബോൾ ഗ്രൂപ്പുകളുണ്ടല്ലോ, ടീമുകളുണ്ടല്ലോ. സ്ത്രീകളുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനെന്താ, ഇന്ത്യൻ വോളിബോളിൽ കേരളത്തിലെ വനിതകളാണ് പ്രാമുഖ്യം. അത് ശരി. ഇന്ത്യൻ റെയിൽവേയിലും മറ്റ് ടീമുകളിലൊക്കെ തന്നെ വളരെയേറെ ശക്തമായ സാന്നിധ്യം കേരളത്തിൻ്റെ പിന്നെ നമ്മളെ കേരളക്കാരികളാണ് അതിൻ്റെ അകത്ത് മെജോറിറ്റി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ വോളിബോളിൻ്റെ സമയത്ത് നമ്മൾ ഓൾ ഇന്ത്യക്ക് പോകുന്ന ഒരു 10-12 കൊല്ലം മുമ്പേ എവിടെ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റും കുറേ ടീമുകളുണ്ട്. വലിയ ടീമുകളിലൊക്കെ ഈ എന്താ പറയുക, കേരളക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോടുകാരുടെ ഒരു സാമീപ്യമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ടീമിൽ 1, 2, 3 പേരില്ലാത്ത ടീം ഇന്ത്യയിൽ മിക്കവാറും ഉണ്ടാവാറില്ല. പക്ഷേ അതൊക്കെ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുണ്ട്. കാരണം സാറൊരു ഇൻ്റർനാഷണൽ വോളിബോൾ റഫറിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കൂളുകളിലെ കായികാധ്യാപകൻ എന്നുള്ള നിലയിൽ പക്ഷേ അവർക്കിടയിൽ സ്കൂൾ കായികാഭ്യാസത്തിനിടയിലെ ഒരു ഇൻ്റർനാഷണൽ റഫറി കൂടിയാണ്. പക്ഷേ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള റഫറി കൂടിയാണ്. സ്കൂൾ അധ്യാപകരുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ റഫറിയാണ് ഞാൻ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൂടാതെ തന്നെ ഒരു പ്രൊഫഷണൽ റഫറിയും കൂടിയാണ് ഞാൻ. ആദ്യത്തെ പ്രൊഫഷണൽ റഫറിയാണ്. ഞങ്ങൾ സ്കൂൾ തലം, അതുപോലെ തന്നെ സബ് ജില്ലാ തലം, ജില്ലാ തലം, സോണൽ തലം, പിന്നെ സംസ്ഥാന തലം, നാഷണൽ തലം, ഏഷ്യ തലം, പിന്നെ വേൾഡ് സ്കൂൾ ഗെയിംസാണ്. ഈ എല്ലാ മേഖലകളിലും റഫർ ചെയ്ത കളി നിയന്ത്രിച്ച ഒരുപക്ഷെ ഏക കായിക അധ്യാപകൻ ഇതുവരെ ഞാനിപ്പോൾ ഫ്രാൻസിൽ വേൾഡ് സ്കൂൾ ഗെയിംസ് നടന്നിരുന്നു. ഞാൻ എന്നെയാണ് റഫറിയായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതൊരു ആ മേഖലയിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത്രയുള്ളൂ. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് ഈ ഫുട്ബോളിനെയോ അല്ലെങ്കിൽ ക്രിക്കറ്റിനോ ഒന്നും കൊടുക്കുന്ന അത്ര പ്രാധാന്യം പലപ്പോഴും വോളിബോളിന് കൊടുത്ത് കണ്ടിട്ടില്ല. അടുത്ത കാലത്ത് കണ്ട ഒരു മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ടായിരുന്നു, കരിങ്കുന്നം ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വളരെ രസത്തോടെ കണ്ട സാധനമാണ്. പക്ഷേ വോളിബോളിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ പരമാവധി നമുക്ക് കിട്ടുന്ന വിധത്തിൽ അതിൽ ആവാഹിച്ചു കൊണ്ടിട്ടുണ്ട് ആ സിനിമയിൽ, അല്ലേ? സത്യത്തിൽ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറക്ക് ആവേശമുള്ള ഒരു കളി തന്നെയാണ് തീർച്ചയായിട്ടും വോളിബോൾ. അപ്പോൾ വോളിബോളിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് താങ്കളുടെ വിശ്വാസം? സർ, ഏതൊരു കളിക്കാരനും വളർന്നു വരുന്നത്, ഒരു കാലഘട്ടത്തിന് വളർന്നു വരുന്നത്, മുമ്പേ വളർന്നു വന്നത് നമ്മളെ ഗ്രാമപ്രദേശത്തോട്ടായിരുന്നു. ഇന്ന് ആധുനിക സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു. ഇൻ്റർനെറ്റ്, മറ്റു കാര്യങ്ങൾ, TV മാധ്യമങ്ങൾ, മറ്റ് ദൃശ്യ മാധ്യമങ്ങളൊക്കെ വളരെയേറെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ നാടൻ കളികൾ, നാട്ടിൽ പ്രദേശത്തുള്ള കളികൾ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു വേണ്ടത്ര ഒരു പങ്കാളിത്തമില്ല. ഇപ്പോൾ ലീഗ് ഫുട്ബോൾ ഒരു കാലത്ത് കണ്ണൂർ മൈതാനങ്ങളിൽ നടക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ കാണികളായിരുന്നു. ഗ്രാമപ്രദേശത്തുള്ള സാധാരണ നെയ്ത്തുകാരും ബീഡിക്കാരും ഒക്കെയാണ് അതിൻ്റെ മൈതാനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ആ ഒരു എന്താ പറയുക, അതിൻ്റെ അത് സാധാരണ ചെറിയ കളികളൊന്നും കാണികളെ ആകർഷിക്കുന്നില്ല ഇപ്പോഴും. ആളുകൾക്ക് വേറെ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ, ആസ്വദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ വോളിബോളിനെ സംബന്ധിച്ചുള്ള അന്നും ഇന്നും എപ്പോഴും ഗ്രാമപ്രദേശത്ത് എപ്പോഴും തളച്ചു വരുന്ന ഒരു ക്ലബ്ബുകൾ തന്നെയാണ്.
പക്ഷേ ഏത് കളിക്കളം ഉണ്ടായാൽ മാത്രമേ അവിടെ സൗഹൃദങ്ങൾ നിൽക്കൂ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് കളിക്കളത്തിലൂടെയാണ്. അത് നാടൻ ഗ്രാമീണ നാട്ടുപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഒരു പക്ഷേ മലബാറിൽ വോളിബോളിലൂടെയാണെന്ന് നിസ്സംശയം പറയാം. അതിൻ്റെ ഒരു വ്യക്തമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ സർ, വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം നമ്മുടെ ന്യൂസ് ടുമോറോയുടെ ഒപ്പം പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്നിട്ട്. ഒരുപക്ഷെ നമുക്ക് അത്രയൊന്നും ആളുകൾക്ക് പരിചിതമില്ലാത്ത ഒരു ഗെയിമിനെ കുറിച്ച് അല്ലെങ്കിൽ അറിയാം, എന്നാലും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ റഫറിയായി നിന്ന ഒരാളാണ്. ഇനിയും വോളിബോളിന് വേണ്ടിയിട്ടും ഇതര കായിക രൂപങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ സാറിന് ഇനിയും ഒരുപാട് സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും. സന്തോഷം. വോളിബോളിൻ്റെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ റഫറിയായിരുന്ന TV അരുണാചലമാണ് കണ്ണൂർ സൂര്യ ഹെറിറ്റേജിലെ ഈ പുൽത്തകിടിയിൽ നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.